റസാ പഹൽവി ഇദ്ദേഹം മറ്റാരുമല്ല, ഇറാന്റെ കിരീടാവകാശിയാണ്. ഇദ്ദേഹം ഇപ്പോൾ നാടുകടത്തപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ഉടൻ തന്നെ അയത്തുള്ള ഖമേനി രാജിവെക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അഭ്യർത്ഥനയല്ല. യഥാർത്ഥത്തിൽ ഇറാനെ ഇവർ രണ്ടായി തകർക്കാൻ പോവുകയാണ്. ഒന്നാമത്തേത് ഈ അയത്തുള്ള ഖമേനിയെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾ, മറ്റൊന്ന് അയത്തുള്ള ഖമേനിക്ക് എതിരെയുള്ള വ്യക്തികൾ. ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇറാൻ എത്താൻ പോവുകയാണ്. അതാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ശരി, ഇറാൻ ആക്രമിച്ചു, അതിനെ തിരിച്ച് ഇസ്രായേൽ ആക്രമിച്ചു, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അമേരിക്ക ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞത്, ദയവ് ചെയ്ത് നിങ്ങൾ ഷെൽട്ടറിലേക്ക് പോവുക, അടുത്ത ഒരു അറിയിപ്പ് വരുന്നത് വരെയും നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു അടിയന്തരമായ മുന്നറിയിപ്പ് നൽകിയെന്നറിയില്ല. ഇത് മാത്രമല്ല, ഇസ്രായേൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉച്ചവരെയും ആരെയെല്ലാം ആക്രമിച്ചു, എവിടെയെല്ലാം ആക്രമണം നടത്തി എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി. ആ ലിസ്റ്റിലുള്ള ഡാറ്റ നോക്കുമ്പോൾ ഇറാൻ ഇപ്പോൾ പതിയെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടത്തി. അതിൽ റഷ്യ ഫലപ്രദമായ ഒരു റോൾ പ്ലേ ചെയ്യണമെന്ന് ഇറാൻ ചോദിച്ചതായും ഞങ്ങൾ ഇറാനെ സഹായിക്കും എന്ന് മാത്രം റഷ്യ പറഞ്ഞതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുവരെയും റഷ്യ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ചില മണിക്കൂറിൽ ഒരു പക്ഷേ ഇതിന്റെ അപ്ഡേറ്റ് വരും. അവരുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലൂടെ ആയിരിക്കും ഇത് അറിയിക്കുക. ആ സമയം നമുക്കും അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. ഇപ്പോഴത്തേക്ക് ഒരു ഫലപ്രദമായ പങ്കായിരിക്കും റഷ്യ പ്ലേ ചെയ്യുക. അമേരിക്ക എതിർത്ത്, ഇസ്രായേലിനെ എതിർത്ത് റഷ്യ ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. ഇസ്രായേൽ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും ഇറാനിലെ പലയിടങ്ങളിൽ ബോംബ് വർഷിച്ച് വലിയൊരു നാശം തന്നെ വിതച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ സ്ഥലമാണെന്നുള്ളതും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് കമാൻഡ് സെന്റർ ആൻഡ് അസറ്റ് ബിലോങ് ടു IRGC. IRGCയുടെ കമാൻഡ് സെന്ററിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് എത്ര വലിയ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. IRGCക്ക് എതിരെ ഇത് ചെയ്തു. അടുത്തത് ബാസിജ് ഹെഡ്ക്വാർട്ടേഴ്സ്, one of the IRG's central armed base of power, responsible for enforcing Islamic law and reporting civilian violations to regime authorities. അപ്പോൾ ഈ ബസിജ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലേസ് ആണ്. ഇസ്ലാമിക് നിയമം പാലിക്കുന്നത്, ഹിജാബ് പ്രശ്നം, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ഹിജാബ് ധരിക്കാതെ പോകുന്നത്, ആരാണ് ഇസ്ലാം നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെഡ്ക്വാർട്ടേഴ്സിനെ തന്നെ അവർ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്, കാലിയാക്കിയെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അടുത്തത് ആൽബോസ് കോർപ്സ്, ഓവർസീസ് സെക്യൂരിറ്റി ആൻഡ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇൻ ദ ടെഹ്റാൻ ഡിസ്ട്രിക്ട്. ഈ ആൽബോസ് കോർപ്സ് എന്ന പ്രദേശത്തെയും ഞങ്ങൾ ആക്രമിച്ചു എന്നും പറഞ്ഞു. അടുത്തത് താർ അല്ല കമാൻഡ് സെന്റർ, ടാസ്ക് വിത്ത് ഡിഫെൻഡിംഗ് ടെഹ്റാൻ ഫ്രം സെക്യൂരിറ്റി ത്രെറ്റ്. ഇറാന് സെക്യൂരിറ്റി ത്രെറ്റ്സ് ആയിട്ട് എന്തെല്ലാമാണ് ഉള്ളത് അവയെല്ലാം ഹാൻഡിൽ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ താർ അല്ല കമാൻഡ് സെന്ററിനെയും ഇപ്പോൾ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്. അവിടെയും ബോംബ് വർഷിച്ചു എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അടുത്തത് സയ്യിദ് ശുഹാദ കോർപ്സ്, റെസ്പോൺസിബിൾ ഫോർ ഹോംലാൻഡ് ഡിഫൻസ് ആൻഡ് ദ സപ്രഷൻ ഓഫ് ഇന്റേണൽ അൺറസ്റ്റ്. ഇവിടെയാണ് ഈ ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം. ഇവിടെയും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള വ്യക്തികളെ കൊന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ജനറൽ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഓഫ് ദ ഇന്റേണൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇവിടങ്ങളിലെല്ലാം ഈ ഇന്റേണൽ എന്ന വാക്ക് വന്നിട്ടുണ്ടാകും, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആഭ്യന്തരമായ പ്രശ്നങ്ങൾ വന്നാൽ തടയുന്നതിന്, അതിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം എന്നുള്ളതിന്റെ ഫോഴ്സ്, അതിന്റെ പദ്ധതികൾ നടത്താനുള്ള കമാൻഡ് സെന്റേഴ്സ്, അതിന് അധികാരമുള്ള വ്യക്തികൾ, സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇവയെല്ലാമാണ് ഇപ്പോൾ ലക്ഷ്യം വച്ച് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. ഇറാനുള്ളിൽ വലിയൊരു കാര്യം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അയത്തുള്ള ഖമേനിയുടെ റെജീം ചേഞ്ച് ആകാൻ പോകുന്നു എന്ന് തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഇസ്രായേലും അമേരിക്കയും മാറി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആഭ്യന്തരമായി ഉണ്ടാകുന്ന ഈ വിപ്ലവങ്ങളെ നിയന്ത്രിക്കുന്നതിന് എന്തെല്ലാമാണ് ഉള്ളത് അവയെല്ലാം അടിവേര് മുതൽ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് അമേരിക്ക വേൾഡ് വൈഡ് കോഷൻ നൽകിയിട്ടുണ്ട്. ഇറാൻ തീർച്ചയായും റിട്ടാലിയേഷൻ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അമേരിക്കയുടെ എംബസി ഉദ്യോഗസ്ഥർ, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾ താമസിക്കുന്ന അമേരിക്കക്കാർ ആരായിരുന്നാലും ഇറാൻ അവരെ വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും അല്പം സേഫ് ആയിരിക്കുക എന്നുള്ള ഒരു അറിയിപ്പും ഇപ്പോൾ അമേരിക്ക തന്നെ ഒഫീഷ്യലായി നൽകിയിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ വാർത്തയാണ്, അൺഒഫീഷ്യൽ അല്ല. ഞാൻ ഈ പറയുന്ന വാർത്തകളെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ വാർത്തകളാണ്. അപ്പോൾ ഇവിടെ അമേരിക്കക്കാരെല്ലാവരെയും സുരക്ഷിതരായിരിക്കണം, ഇറാൻ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ളൊരു പാനിക് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പാനിക് മോഡിലാണ് ഖത്തറിലുള്ള അമേരിക്കക്കാർ, എംബസി ഉദ്യോഗസ്ഥരെല്ലാം
ഷെൽട്ടറിലേക്ക് പോകാനുള്ള ഒരു അറിയിപ്പും കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ന് ഇറാൻ അമേരിക്കയുടെ ഒരു ബേസിനെ, സിറിയയിലുള്ള ഒരു ബേസിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു സത്യം. ഇതിനകം അമേരിക്ക പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ബേസുകളിൽ ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സിറിയയിലുള്ള അമേരിക്കയുടെ ബേസിനെതിരെ തന്നെ ഇറാൻ ഒരു അറ്റാക്ക് നടത്തി. ഇത് അമേരിക്ക തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇനി ഇറാന്റെ കാര്യം എന്താകുമെന്നുള്ളത് നമുക്കറിയില്ല. ഇതിനകം തന്നെ ഇറാനിൽ B2 ബോംബേഴ്സ് കൊണ്ട് അവർക്ക് ആവശ്യമായ നാശനഷ്ടങ്ങളെല്ലാം വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതികാരം വീട്ടുമെന്ന രീതിയിൽ ഇറാന്റെ പല പ്രദേശങ്ങളിൽ ആക്രമിച്ചു. IRGCയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് അമേരിക്കയുടെ ബേസ് ഇറാൻ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക പിന്നെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇസ്രായേലിൽ നിന്നാണ്. ഫോർഡോ എൻറിച്ച്മെന്റ് സൈറ്റ് ഞങ്ങൾ പൂർണ്ണമായും ആ വഴിയെല്ലാം നശിപ്പിച്ചു. ഈ ഫോർഡോ എൻറിച്ച്മെന്റ് സൈറ്റ് ഇനി ഒരിക്കലും ഇറാൻ ഉപയോഗിക്കാൻ പാടില്ല. അതിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഈ ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റി ഞങ്ങളുടെ ആക്രമണം ഉണ്ടായത് എന്നും പറയുന്നു. അപ്പോൾ ഇസ്രായേൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ അറബ് രാജ്യങ്ങളോട് സംസാരിച്ചു, പക്ഷേ ഇറാൻ സമ്മതിക്കുന്നില്ല. യുദ്ധം നിങ്ങളാണ് തുടങ്ങി വെച്ചത്, ഞങ്ങളത് അവസാനിപ്പിക്കില്ല എന്നവർ പറഞ്ഞതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇത് ഒഫീഷ്യൽ വാർത്തയല്ല. അടുത്ത് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ പെട്ടെന്ന് അമേരിക്ക വിസ പ്രോസസ്സിന് ആവശ്യമായ ഒരു നിയമം മാറ്റിയിട്ടുണ്ട്. ഈ പുതിയ നിയമം എന്നത് നോൺ ഇമിഗ്രൻസ് ആയിട്ടുള്ളവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ പ്രൈവസി സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾ മാറ്റിയിട്ടുണ്ടാകണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അമേരിക്കക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, യഹൂദർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, ഇവയെല്ലാം അറിഞ്ഞതിന് ശേഷം ഇവർ കാരണം അമേരിക്കയ്ക്ക് യാതൊരു ഭീഷണിയും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ വിസ പ്രോസസ്സിംഗ് നടക്കുകയുള്ളൂ. അല്ല എങ്കിൽ വിസ നിരസിക്കപ്പെടും എന്നുള്ള ഒരു അറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരമായി വരുന്ന പ്രശ്നങ്ങൾ പകുതിയിൽ വെച്ച് തന്നെ അമേരിക്ക അവസാനിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ പ്രശ്നം കാരണം ഇറാനെ ആക്രമിച്ച് അമേരിക്ക, അതിന് ഇറാൻ തിരിച്ചടി നൽകുമെന്നും അറിയാം. അങ്ങനെ തിരിച്ചടിച്ചാൽ അതിൽ അമേരിക്ക ബാധിക്കപ്പെടുമെന്ന് ചിന്തിച്ച് അവരെയും സംരക്ഷിക്കാൻ വേണ്ടി പല രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ലേറ്റസ്റ്റ് എന്തൊക്കെ അപ്ഡേറ്റ് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞതാണ്. ഇതുപോലെ അപ് ടു ഡേറ്റ് ആയ വെരിഫൈഡ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വെക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.